നമസ്കാരം, നമ്മൾ ഡർബി രാക്ഷസി അല്ലേ? ലബൂബ് ക്യൂട്ടാണ്. നിങ്ങളോട് ആരാ പറഞ്ഞേ? ലബു ഞാനൊരു കോപ്രായം കാണിക്കാറില്ലേ, അപ്പൊ ഇവര് പറയാറുണ്ട് അത്. അയ്യോ പശുവിനെ ക്യൂട്ടാ അത്. മൈ ലൈഫ് മൈ റൂൾ വന്നത് ഫില്ലിന്റെ ബ്ലാങ്ക്സ് ഒക്കെ എത്തുന്നുണ്ട്. ഒരു ഇന്റർവ്യൂക്ക് വന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കുറച്ച് മോട്ടിവേഷൻ ഞങ്ങൾ തരാം. ഇത് വേണ്ട, ഞങ്ങളെ കണ്ട് പഠിക്കണം. ആക്ച്വലി അങ്ങനെയല്ല, നമ്മളൊക്കെ ഭയങ്കര സംഭവം. One gossip you are secretly enjoying. അമീൻ കമ്മിറ്റഡ് ആണെന്നുള്ള ഗോസിപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ എൻജോയ് ചെയ്തു. ഇത് സുമലതയുടെ മോനാന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. ആരാ സുമല്ലത? അടുത്തുള്ള ആരോ One word to describe Mammootka. One app you can't live without. One app. ഞാൻ ഗൂഗിൾ പേ. അപ്പൊ ബബിൾ ഡാൻ ഇവിടെ പറയുന്നില്ല. ഇവരെ ബമ്പിളിലും ഹിഞ്ചിലും ഒരേ സമയം കണ്ടവരുണ്ട് അത്ര. ടിൻഡർ ആയിരിക്കും എല്ലാവർക്കും അറിയാലേ. അരികയോ? അറിയാത്ത പോലെ. നമസ്കാരം, നമ്മൾ ഡർബി ടീം. ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഒരു ഇന്റർവ്യൂ. ഇതാണ് നമ്മൾ ആങ്കർ. ആക്ച്വലി ഇതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോ ജസ്റ്റ് എടുത്ത് വായിച്ചോളൂ. ഇങ്ങനെ തുടങ്ങാം. Ladies first. Say your favorite dialogue in Derby. ഡയലോഗ് ഓർമ്മയാണല്ലേ? നീ പറഞ്ഞ ഡയലോഗ് ഞാൻ എന്റെ നായകനെ നോക്കിയതാ. ഒന്ന് മാറില്ല. എന്റെ നായകനെ നിന്റെ തലയ്ക്ക് എന്താ വല്ല ഓളമുണ്ടോ? എന്നെ നോക്കി പറയല്ല. ബാക്കിയൊക്കെ ട്രെയിലറിൽ ഉള്ള ഡയലോഗ് പറഞ്ഞതാ. ബിക്കോസ് സിനിമയിലുള്ള ഡയലോഗ് കൺഫ്യൂസിങ് ആണ്. എന്റെ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ അലാക്ക് കുടിച്ച കോളേജ് റബ്ബിലിസ്ത തമ്പുരാൻ. ഇതാണ് എന്റെ ഡയലോഗ്. ഇത് എന്റെ സ്ലാങ്ങുള്ളതുകൊണ്ട് ഞാൻ അതാണ് കൈ നിട്ടതാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ്. അത് നിനക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടാവോളെ ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ അല്ലേ? പറഞ്ഞപ്പോ എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നു. ട്രെയിലറിലുള്ള നോക്കി പറഞ്ഞതാ. എനിക്ക് ഇതിനകത്ത് ഡയലോഗല്ല, ഒരു ആക്ഷൻ ഉണ്ട്. അതായത് ഫായിസ് ഞാനും കൂടെ സ്പോട്ടിൽ ഇംപ്രൂവൈസ് ചെയ്തൊരു സാധനം, ഇങ്ങനെ കാണിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ വരുമ്പോഴത്തേക്ക് നമ്മുടെ റാങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കാണിക്കും. അതിന് വേറൊരു തിരിച്ചൊരു പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് ആ ട്രെയിലറിനകത്ത് ഇങ്ങനെ കാണിച്ചോണ്ട് വരും. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ സ്പോട്ടിൽ ചെയ്തൊരു സാധനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ. Which recent movie character do you wish you could be? അല്ല, ഇത് നീ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ഞാൻ പറയാം. Which recent movie character do you wish you could be? വരുന്ന ആരെങ്കിലും ആദ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. ഓക്കെ, എനിക്ക് ഗേൾ ഫ്രണ്ട് എന്നുള്ള മൂവിയിലെ രശ്മിക പോർട്രേ ചെയ്ത ക്യാരക്ടർ. വലുതൊക്കെ ആഗ്രഹിച്ചാലേ അതൊക്കെ കിട്ടുള്ളൂ. എന്തായാലും കടലിൽ പോകുന്നില്ല, അപ്പൊ ബിഗ് ഫിഷിനെ പിടിക്കണം. ഞാൻ ആലോചിക്കട്ടെ. ഏതെങ്കിലും ഒരു പടത്തിൽ പറഞ്ഞാൽ റീസെന്റ് നീ പറഞ്ഞു. എനിക്കും ആലോചിക്കണം. അതാണ് ഞാൻ പറയാം. ആവേശത്തില് ഏതെങ്കിലും ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയ കൊള്ളായിരുന്നു. റോഷന്റെയോ അതേതെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടിയ കൊള്ളായിരുന്നു. മറ്റേ ഹിപ്സ്റ്ററോ അതിലേതെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടിയാൽ നന്നായിരുന്നു. പിന്നെ നീ പറയുന്നു, നീ ഇതൊന്നും ആലോചിക്കുന്നത് എക്സാം അതാലോചിച്ചു. പിന്നെ ഇവര് അല്ല എടുത്തു. കട്ട് ചെയ്യാതാ നോക്കോ. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അത്ര കേട്ടോ. നിന്റെ നായി കൊടുക്കേ. ഞാൻ പറഞ്ഞു മിന്നൽ മുരളി. ഏടാ ചെറുക്ക പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ഇതിങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ. ദുരന്തം ഒന്ന് കണ്ടില്ല. നിനക്ക് പറ്റിയതാ? നിനക്ക് ചെയ്യാൻ തോന്നി കുറെ ഉണ്ടോ? കറക്റ്റ് സ്പോട്ടിൽ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ കിട്ടാണ്.
ലോകയില് മറ്റേ ഇവന്റെ ക്യാരക്ടർ നസ്ലിൻ. നസ്ലിന്റെ അപ്പ മറ്റേ ചെങ്ങ. ചന്തു ചന്തു. അതൊന്നും കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല. അയ്യോ അത് മോശമായിട്ട് പറഞ്ഞല്ലേ കേട്ടോ. അയ്യോ പിടിച്ച്, നീ തൂങ്ങി. എന്നാ അത് പറഞ്ഞ് തീർത്താ പോരാ. സ്കിപ്പ് ഇതെനിക്ക് അങ്ങോട്ട് മൈൻഡിൽ വരുന്നില്ല. എടാ സംഗീത് പ്രതാപിന്റെ ഹൃദയപൂർവ്വത്തിലെ ക്യാരക്ടർ അത് ഗുഡ് ചോയ്സ്. അവന്റെ ടൈപ്പാണ്. അത് എന്റെ ഒരു ടൈപ്പ് പരിപാടിയാണ്. പിന്നെ കുറെ ആഗ്രഹമുണ്ട് ലാലേട്ടനൊക്കെ ആയിട്ടൊരു ലാലേട്ടന് മോനായിട്ടുള്ള വർക്ക് ചെങ്ങായികൾ അല്ല, അടുത്ത ഏതെങ്കിലും സിനിമയിൽ ഡയറക്ടേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ ലാലേട്ടന്റെ മോനെ ഏതെങ്കിലും കാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് കാസ്റ്റ് ചെയ്യും. ഞങ്ങൾക്ക് മോഹൻലാലൊന്ന് കാണാലോ. എന്താണ് ഗോ ആൻഡ് വൈബ് വിത്ത് ഡെർബി ഫ്രണ്ട്സ്. ഗോവയിലെ ഓർമ്മിപ്പിക്കല്ലേ? പുറത്ത് പറയാൻ പറ്റും. ഇല്ല, ഒരുപാട് ഓർമ്മകളുണ്ട് ഗോവയില്. ഗോവയിൽ നമ്മൾ 3 ദിവസം ഉള്ളത്, ചിലപ്പോ 30 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുള്ളൂ. റിമാൻഡ് ഇല്ല, ഭയങ്കര രസമായിരുന്നു നമ്മുടെ ഷൂട്ടും പരിപാടിയൊക്കെ. ആക്ച്വലി പടത്തില് നമ്മൾ ഒളിച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്തത്. കുറെ സ്ഥലത്ത് പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ക്യാമറ ഇങ്ങനെ ഒളിച്ചിട്ടൊക്കെ ഗുഡ് ബാഡ് അഗ്ലിയുടെ ക്യാമറാമാൻ വന്ന് ഒളിച്ചെന്ന് ഷൂട്ട് ചെയ്തു. പുള്ളിയുടെ അവസ്ഥ പെർമിഷൻ കിട്ടാത്തോണ്ട് കട്ടൊക്കെ ഷൂട്ട് ഗോവയില് കുറെ സ്ഥലങ്ങൾ നമുക്ക് പെർമിഷൻ കിട്ടില്ല. അപ്പം പുള്ളി തന്നെയാണ് ഇനിഷ്യേറ്റ് ചെയ്തെടുത്ത് നമ്മുടെ അടുത്ത് നേരത്തെ പറഞ്ഞു വിടും. എന്നിട്ട് പുള്ളി വേറൊരു വണ്ടിയിൽ പെട്ടെന്ന് വന്നിട്ട് ഗോ ആൻഡ് വൈബ് അഡ്വെഞ്ചർ. പിന്നെ പറയാനുള്ളത് പുറത്തു പറയാൻ കൊള്ളില്ല. Any private group for Derby friends, what is it named? അയ്യോ പറയല്ലേ. അത് ഇവര് ബോയ്സിന്റെ ഗ്യാങ് ആണ്. ഞാനില്ല, അതൊരു ബോയ്സിന്റെ ഗ്യാങ് ആണ്. ബ്രദേഴ്സ് നിന്നെ ഐഡിയ പറ്റുമോ? നീ ബ്രദറാ? ഐ എം എ ബ്രോ. രണ്ട് ഇൻസ്റ്റയിലും ഉണ്ട്, വാട്സാപ്പിലും ഉണ്ട്. അതിനെ പറ്റിയിട്ട് എനിക്കറിയാം. ലോകത്ത് ആരും ചെയ്യാത്തതാണോ ബ്രദേഴ്സ്? ഒരാളെ ഇൻസ്റ്റയിൽ ആരും ചെയ്യാത്ത അത് ചെയ്യാത്ത പറഞ്ഞൂടെ, പുറത്ത് പറഞ്ഞൂടാ, ഇടേണ്ടി വരും. അയ്യോ എന്റെ കയ്യിൽ ഒരെണ്ണം എടുത്തു. ഒരു മിനിറ്റ്. Explain a fun moment in Derby. Everything is fun. Every day. Every day. Every single day is fun. ഞാൻ തമാശ പറഞ്ഞല്ലേ, എവറി ഡേ ഇസ് ഫൺ. എന്ന് വെച്ചാൽ ഡേ 1 മുതൽ ഡേ 55 വരെ അമ്മനെ ഫണ്ടായിരുന്നു. ഒരു മെമ്മറി ആയിട്ടില്ല. അല്ല, അതൊരു പിന്നെ ഒരു സംഭവം വെച്ചാൽ നമുക്ക് അവിടെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് ഒരു ജീപ്പ് കൊണ്ടുവന്നായിരുന്നു. അതൊരു ഓപ്പൺ ജീപ്പ് പോലെ. ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുകൂടെ പറയണം. ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു JCB ജസ്റ്റ് ഒന്ന് കാര്യമായിട്ട് ആദ്യം ഇവനെ ഓടിക്കണം. ഈ നമ്മള് വാനില്ലേ, നമ്മള് പ്രൊമോഷന് പോകുന്ന വാന് ആദ്യം ഇവനെ ഓടിക്കണം. പിന്നെ പുറത്ത് പോകുന്ന ഏത് വണ്ടിയാണ്, എന്റെ വേറെ ഫ്രണ്ട് വന്നു ഓടിക്കോ, ഓൻ ഏതൊരു വണ്ടി ഉണ്ടെന്ന് ആദ്യം ഇവനെ ഓട്ടണം. അങ്ങനെ ഓടിക്കേണ്ട ഭ്രാന്താണ് വണ്ടിന്റെ. അപ്പൊ നമുക്ക് അവിടെ ഒരു ഓപ്പൺ ജീപ്പൊക്കെ കിട്ടിയിട്ട് ആ ജീപ്പിൽ നമ്മള് അയ്യോ പറഞ്ഞ MVD വന്ന് പിടിക്കുവോ? ഇല്ല, ഓപ്പൺ ജീപ്പ് കിട്ടി. നമുക്ക് ഷൂട്ട് മൊത്തം അതിന്റെ കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മള് 2 ദിവസം വേണ്ടി നമ്മൾ അതിലുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ഫൈറ്റിന് മൂക്കിനിട്ടിട്ട് നമ്മള് ഇവന്റെ ഇവിടെ കൊണ്ട് ഇടിച്ചിട്ട് വൈകിട്ട് ആൾക്കാരെ കൂടി നോക്കൂ എന്താ സംഭവം. പിന്നെ വേറൊരു ഫൺ മൊമെന്റ് ഉണ്ട്. ഓപ്പൺ ജീപ്പിൽ ഒരു ലോഡ് ജനം ഹോസ്പിറ്റലിലേക്ക്. വേറൊന്നുണ്ട്. അതായത് ഫൈറ്റ് നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്റ്റിക്ക്, ബാറ്റും ഹോക്കി സ്റ്റിക്കും ക്രിക്കറ്റ് ബാറ്റൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ റബ്ബർ കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള സാധനം. ഓക്കെ, ആദ്യത്തെ ഒരു ഫൈറ്റ് തീരെടുത്തോണ്ടിരിക്കുക. അപ്പം ക്രിക്കറ്റ് ബാറ്റ് വരുമ്പോൾ കൈവച്ച് ഇങ്ങനെ തടുക്കണം. അപ്പോൾ എത്ര എടുത്തിട്ട് ആ സ്ലോ മോഷനുള്ള സാധനം. അപ്പം ഈ റബ്ബർ ഇവന്റെ കയ്യിലടിച്ചിട്ട് കറങ്ങി പോന്നു. ഒറിജിനൽ എടുത്തോ ചേട്ടാ? ഒറിജിനൽ എടുത്തോ, കുഴപ്പമില്ല. അതിപ്പോഴും സീനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നിനക്ക് പുതിയല്ലേ ഫൈറ്റ്? പ്രകമനത്തിൽ കഴിഞ്ഞിട്ട് വന്നല്ലേ? പ്രകമനത്തിൽ ഞാൻ ഫൈറ്റ് ചെയ്യുന്നില്ലല്ലോ. ശരിയാണ്, പുതിയതാണ്. ഞാൻ ഇപ്പൊ എന്റെ പത്രം പറയാറ്. അപ്പൊ എനിക്ക് ഭയങ്കര പുതിയതാണ്. അപ്പൊ ഈ റോപ്പൊക്കെ കെട്ടിട്ട് എന്നെ അടുത്ത് കറക്കി അറിയുന്നൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര അയ്യോ ഞാൻ ഇപ്പൊ വേർഡ് പറയുന്നു, ഭയങ്കര രസമായിരുന്നു. അപ്പോ അതൊക്കെ ഭയങ്കര ഞാൻ ഇതിന് പറഞ്ഞൊന്ന് മറന്നു. If your character was a reel, what song would it be? Song? ഡെർബിയിലെ ക്യാരക്ടറാണ്. ഡെർബിയിലെ ക്യാരക്ടറാണ്.
ഞാൻ പാടാറ് വടക്കലെ പത്തൂലെ പെങ്കട്ടാലോചിച്ചവർ വന്നോളെ അവൾക്ക് ഈ പാട്ടായിരിക്കും എന്റെ. നിന്റെ വടക്കൻ സെൽഫിൽ ഒരു പാട്ടില്ല മര തോറ്റു പിടിച്ച് കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ തഴമ്പുമില്ല. നിന്റെ എന്റെ എന്താ കരളിൽ താമസിച്ച രാക്ഷസി അല്ലേ? അല്ല, മറിയുടെ ക്യാരക്ടർ പാവമാണ്. ഒരു പാട്ട് പാടാനോ റീല് പാട് മായാജാലമേ ഫ്രം സർവമായ. അയ്യോ പക്ഷേ ക്യൂട്ട് അത് ക്യൂട്ട് ഓടെ ചിരിയുണ്ടോ? ക്യൂട്ടല്ലേ ഇപ്പൊ നോക്കി. എന്റെ ഒരു നീ പാടിയ പാട്ടുണ്ടല്ലോ മറ്റേ ഗുരുവായൂരമ്പലാണ് ക്യാരക്ടർ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അയ്യോ എല്ലാം ചോദിക്കില്ല ഒരുമിച്ച്. ഇതെന്താ നീ എടുത്തോ? ഇത് നീ എടുത്തോ? അല്ല ഇതിന് അടുത്തതാ. ഇഫ് യുവർ ക്യാരക്ടർ ഇൻ ഡർബി ഹാഡ് an Instagram ID, what would their ഞാൻ ഓർക്കുന്നത് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ഞാൻ ഭയങ്കര സീരിയസ് ആളാണ്. സീരിയസ് ഇതെന്ത് ക്വസ്റ്റ്യൻ? അതായത് നമ്മുടെ ക്യാരക്ടർ ഇൻസ്റ്റാഗ്രാം ഐഡി ആണെങ്കിൽ ഡർബിയിൽ ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ടെങ്കിൽ അതിന്റെ ബയോ എന്തായിരിക്കും? ബയോ എന്റെ മറിയ ജോസഫ് തന്നെ ആയിരിക്കും പ്രോബബ്ലി. പേരല്ലടാ മനസ്സിലായി. ബയോ ബയോ ഡാഡീസ് പ്രിൻസസ് മേ ബി. ഒരു അച്ഛനായിട്ട് ഇമോഷണൽ ക്യാരക്ടറാണ്. മൈ ലൈഫ് മൈ ലൈഫ് മൈ റൂൾസ്. റോമിയോ ആൻഡ് ജൂലിയറ്റ്. ജിം ആണോ? ജിം ഫ്രീക്ക്. വർക്ക് ഹാർഡ്. എന്റെ മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ ഞാനൊരു ഉസ്താദാണല്ലോ ഇതില്. One word your friends used to describe you. ഇവരെന്നെ ലബൂബു എന്ന് വിളിക്കാറുണ്ട് ഇടയ്ക്ക്. അതപ്പോ ഞാൻ അനു വിളിക്കാറുണ്ട്. അനു വിളിച്ചെന്ന് പറഞ്ഞു. അനു സുബർണയെ വിളിച്ചതാണ്. ലബൂബ് ക്യൂട്ടാ നിങ്ങളോട് ആരാ പറഞ്ഞേ? ലബു ഞാനൊരു കോപ്രായം കാണിക്കാറില്ലേ? അപ്പൊ ഇവര് പറയാറുണ്ട് അല്ല പിന്നെ അല്ല നീ പറ. ഇത് അങ്ങോട്ട് എല്ലാരും പറയണോ? Used to describe you. അവിൽ മിൽക്ക്. Avil milk. ഇവൻ അവൻ വിളിക്കും. ചായ. ചായ. എന്നെ എക്സ്ട്രോവേർട്ട് അറ്റ് പീക്ക്. എക്സ്ട്രോവേർട്ട്. ഒരു പേര് പറയണോ? എന്താ പത്? എക്സ്ട്രോവേർട്ട്. 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 ഇല്ല ഞാൻ ഭയങ്കര എന്റെ ഓട്ട് കണ്ടില്ലേ? Finish this. Success means dash dash dash. സക്സസ് മീൻസ് അത് കംപ്ലീറ്റ് ചെയ്യണം സെന്റൻസ്. ഇത് ഭയങ്കര മറ്റേ ചോദ്യമാണല്ലോ. ഫിനിഷ് ദിസ് സക്സസ് മീൻസ് fill in the blanks ഒക്കെ കിട്ടുന്നുണ്ട്. Success means താഴെ എംസിക്ക് കൂടെ കൊടുത്തു. fill in the blank അരപ്പുറം ഏതാണ്ട് തീർക്കണത്തുള്ള സാധനമൊക്കെ തീരുമ്പോ 3 മാർക്ക്. ഒരു ഇന്റർവ്യൂക്ക് വന്നില്ല വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങള് മറ്റേ ഇന്റർവ്യൂക്കെല്ലാം എന്തേലും പറഞ്ഞാൽ അത് ഞങ്ങള് വായിക്കണം. ഞങ്ങള് ഒരു പെന്നും പേപ്പർ വിടാത്തത് ഞങ്ങളിവിടെ എക്സാം. success means dash dash dash. സക്സസ് മീൻസ് ഞാൻ തന്നെയാണ്. ഫോർ മീ ഇറ്റ്സ് മീ. കാരണം ഞാൻ സക്സസ് ആണ് ആക്ച്വലി. ഇനിയും കുറെ സക്സസ് വരും. സക്സസ് തന്നെ ഒരു പൊസിഷൻ അല്ലല്ലോ. അത് എല്ലാ സക്സസും വന്നുകൊണ്ടിരിക്കും. അതിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ സക്സസ് ആണ് ആക്ച്വലി. Success is the results of the battles. Wow. You're saying no, success is the result of battle. The results of the battles fought. Yeah. I mean, yo, what's up? Okay. എനിക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ ഡ്രസ് എടുക്കാൻ പോകുമ്പോഴും ഫുഡ് കഴിക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് മെനുവും അതിന്റെ പ്രൈസ് ടാഗ് നോക്കി ഇങ്ങനെ പറയാമോ? പ്രൈസ് ടാഗ് നോക്കി വാങ്ങാൻ പറ്റണം. പിന്നെ വീട്ടുകാരായിട്ട് എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ പറഞ്ഞ പണ്ടൊക്കെ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ഈ ഹോട്ടൽ റൂംസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ പ്രൈസ് ടാഗ്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു സാധനം എനിക്കില്ല. തോന്നുന്ന റൂം എടുക്കുക, ഈ പറഞ്ഞ തോന്നുന്ന ഡ്രസ്സ് എടുക്കുക, തോന്നുന്ന ഫുഡ് കഴിക്കുക. എന്റെ മാത്രം അങ്ങനെയല്ല. അത് നീ ആയിട്ട് പോകും. അതപ്പ എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനെ ഒറ്റവാക്കി പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് വേറൊന്നുമില്ല. എന്താ പറയാ, ഈ പറഞ്ഞ തന്നെ ഇതെന്റെ ഭയങ്കര ഒരു ഡ്രീം എന്നും പറഞ്ഞു. അതായത് നമ്മളൊരു ഫുഡ് കഴിക്കാൻ കയറുമ്പോ അവിടുത്തെ മെനുവിലെ പ്രൈസ് നോക്കി ഫുഡ്. അല്ല അത് കുറെ നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലി
നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മൾ ചിക്കൻ ഇതൊക്കെ 360 വേണ്ട. അല്ല ഈ മിഡിൽ ക്ലാസ് ഈ പറഞ്ഞ പണ്ട് പെരുന്നാളിനൊക്കെ ഉടുപ്പെടുക്കാൻ പോകുമ്പോഴും വീട്ടില് ഒരു ബഡ്ജറ്റ് ഇടും. 1000 ഷർട്ട് 800 ഷർട്ട് 1000 പാന്റ്. ഇതാണ് ബഡ്ജറ്റ്. മുതലായി പാന്റ് ഉണ്ടാവും. ശരിക്കും ആക്ച്വലി ഈ പറയുന്ന നമ്മളെല്ലാരും മിഡിൽ ക്ലാസിന്റെ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൂടാ. മിഡിൽ ക്ലാസ്സിന് ഒരു ഇതുണ്ട്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഇപ്പൊ അല്ലെങ്കിലും ഈ പറഞ്ഞ അമീനാണെങ്കിലും ഇവനാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട്, പക്ഷെ ഉപ്പ സപ്പോർട്ട് ഇല്ല എന്നല്ല പറയുന്നത്, അവരുടെ സപ്പോർട്ടോടാണ് നമ്മളിവിടെ എത്തിയത്. ആക്ച്വലി എന്റെ ഉമ്മ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെങ്ങന്മാരോ, എന്റെ 3 പെങ്ങന്മാരുണ്ട്, ഉപ്പ ഉമ്മ, അവരൊക്കെയുള്ള സപ്പോർട്ട് കൊണ്ടു. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇപ്പോ ഈ പറഞ്ഞ പോലെ പ്രൈസ് ടാഗ് നോക്കാണ്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാനും അതിനുള്ള കോൺഫിഡൻസും കാര്യങ്ങളും വന്നത്. സോ ബിഗ് സല്യൂട്ട് ഫോർ അവർ പാരന്റ്സ്. പിന്നെ ഫാമിലി ഹാപ്പി ആയിട്ട് നോക്കാൻ പറ്റുക. സക്സസ് മീൻസ് ഹാപ്പി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട്, ചുറ്റുള്ള എല്ലാവരും ഹാപ്പി ആയിട്ട് നോക്കുക. ഇൻസെപ്ഷൻ ഫ്യൂൽ കാണിക്കണ്ടെങ്കിൽ ഇൻസെപ്ഷൻ ബാലൻസ് കാണിക്കേണ്ടത്. കുറച്ച് മോട്ടിവേഷൻ ഞങ്ങൾ തരാം. ഇത് വേണ്ട ഇല്ല അങ്ങോട്ടല്ല എന്ന് വെച്ചാൽ മോട്ടിവേഷൻ ഇൻ ദ സെൻസ് ഞങ്ങളൊക്കെ കണ്ട് പഠിക്കേണ്ട, ഞങ്ങളെ കണ്ട് പഠിക്കണം ആക്ച്വലി. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, സീരിയസ്ലി പറയാനല്ല, പുറത്തുനിന്ന് പുറത്തുനിന്ന് നമ്മളിങ്ങനെ ചാടി നിൽക്കുന്ന നോക്കണ്ട. പക്ഷെ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെ എത്തിയത് ആക്ച്വലി. അപ്പോ +2 കഴിഞ്ഞിട്ട് അതിന് എനിക്ക് പഠിപ്പിന് തീരെ വിദ്യാഭ്യാസം കുറവാണ്. അപ്പൊ പഠിപ്പ് എനിക്ക് ആക്ച്വലി പറ്റാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ആർട്ടിലേക്ക് മാറിയാൽ പണിയെടുക്കാണ്ട് ജീവിക്കാന്നുള്ളൊരു എവിടുന്ന് ഒരു കമ്പി ഞാൻ കേട്ടപ്പോ, കരക്കമ്പി ഉദ്ദേശിച്ചത്, അത് കേട്ടപ്പോ ഞാൻ ഇതിലേക്ക് മാറി. ഈ പാട്ട് എഴുതി കഷ്ടപ്പെട്ട് ഓരോരുത്തരും ഓരോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്ര വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും. പ്ലീസ് ആരും ഡ്രീം ഉണ്ടെങ്കിൽ പ്ലീസ് അത് ഒഴിവാക്കി അയ്യോ പറ്റില്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോവാണ്ട് മാക്സിമം അതിന് ട്രൈ ചെയ്യും. മിനിമം ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും അതിന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ 100% കിട്ടും എന്നുള്ള തെളിവാണ് ഈ കിടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നു. That one comment that still haunts you. Haunts you? അല്ല എനിക്ക് എന്നെ വലിയ പരിചയമുള്ള ഒരാളൊന്നും അല്ല, എൻ്റെ ഫാനൊന്നും ആയിരുന്നില്ല. ഇപ്പം ഈ സുമതിയുടെ തിയേറ്റർ വിസിറ്റിന് പോയപ്പോഴാണ് ആൾ ഫോട്ടോ എടുത്തതും അതിന് ശേഷമാണ് ആൾ ഫാനാവുന്നത്. അപ്പോൾ ആളുടെ മനസ്സിൽ ആൾ കൺസീവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ആളുടെ ഗേൾ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് പരിചയമില്ല, മെസ്സേജ് അയച്ചിട്ടുമില്ല, ഒന്നുമില്ല. പക്ഷെ കമൻറ്റിൽ ഞാനിപ്പോൾ വേറെ ആരെങ്കിലും ആയിട്ട് ഫോട്ടോസ് എന്തെങ്കിലും ഇട്ടാൽ ഭയങ്കരമായിട്ട് ട്രിഗർ ആവും. അപ്പോൾ പിന്നെ എന്നിട്ട് കമൻസിൽ വന്നിട്ട് നിന്റെ ഡെർബി ആരും കാണില്ലടി ഗൈസ്, ആരും ഡെർബി കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടും. അത് ഞാൻ ആള് സ്ഥിരമായിട്ട് ഇങ്ങനെ പോസ്റ്റിൽ ഇടുമായിരുന്നു. എൻ്റെ ആവുമ്പോ എനിക്ക് അതിന്റെ പേരും മറ്റേ നെയിമാണോ അല്ല, എന്നിട്ട് ശരിക്കുള്ളത്. എന്നിട്ട് എന്റെ അമ്മയ്ക്കൊക്കെ മെസ്സേജ് അയക്കാം. ആ കമന്റ് ഞാൻ ഈ റീസെന്റ് എൻ്റെ വരുമ്പോ ഞാൻ മാനേജ് ചെയ്യായിരുന്നു. പിന്നെ നോക്കുമ്പോൾ വേറെ പേജസിൽ എന്റെ പോസ്റ്റ് വരുന്നതിന്റെ ഒക്കെ കമന്റ്, ഗൈസ് നിങ്ങൾ ആരും ഡെർബി കാണരുത്, നിന്റെ സിനിമ ആരും കാണില്ല. ഞാൻ ആദ്യമല്ല അവസാനം നിനക്ക് ഏതായാലും ഹോണ്ട് ചെയ്ത കോമന്റ്സ് നെഗറ്റീവ്സ് ഒക്കെ കാണുക, ഹോണ്ട് ചെയ്തൊന്നുമില്ല. ഇപ്പോൾ ക്യാമറ പറയാൻ പറ്റുന്നത് ഈ മരുന്നൊക്കെ ഏതടാ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് കണ്ടിട്ടുണ്ട്. അതല്ല ആക്ച്വലി ഞാനും അതുപോലത്തെ എനിക്ക് ഭയങ്കര ഇതുണ്ട്. ലൈക്ക് നമ്മളെ പ്രൊഫൈലിൽ നമ്മളൊരു വീഡിയോ ഇടുന്നത് കുട്ടിയോ, അപ്പൊ അതിന്റെ താഴെ വന്നിട്ട് ഇവനൊക്കെ ഏതാണ്, ഇവന് അങ്ങനത്തെ ഒരു കമന്റ്സ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ബാഡ് ആക്ച്വലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ സെൻസ് അവര് പറയുന്ന അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ പേജിൽ ഞാൻ ഇട്ട വീഡിയോക്ക് എനിക്കങ്ങനെ ആക്ച്വലി വരുത്തില്ല. പക്ഷെ ഇപ്പൊ അടുത്ത് ഈ പറഞ്ഞ ചാനൽ ഇന്റർവ്യൂസിന് അങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ, നമ്മളിപ്പോ ഏതെങ്കിലും ക്ലബ് എഫ് എമ്മിന്റെ ഒക്കെ ചാനൽ കൊടുക്കുമ്പോൾ അവരുടെ പേജ് ഇടുമല്ലോ. അപ്പൊ അതില് ഞാൻ കൊളാബ് ഉണ്ടാവും. അപ്പൊ ഞാനും അവരും കൂടെ ഇടുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ ഉണ്ടാവും ഇവനൊക്കെ ഏതാണ്, ഇവനൊക്കെ ആരാണ്, എനിക്ക് ഇവനൊന്നും അറിയില്ലല്ലോ എന്നുള്ള സാധനമില്ലേ. അത് ഭയങ്കര എന്താ പറയണ്ടേ, നമുക്ക് ഉണ്ടാവല്ലോ എന്താ അവന്റെ മൈൻഡ് സെറ്റ് എന്നുള്ള ഒരു സാധനത്തിന്റെ ഒരു ഫീൽ വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത്ര കഷ്ടപ്പെട്ട് ആക്ച്വലി ഇത്ര ആ ക്ലബ് എഫ് എമ്മിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചുമ്മാ ഒരാളെ വിളിച്ചിരുത്തൂല. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഇവനെ വെറുതെ ഒരു നടന്നു വന്ന ഒരാളെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കോമന്റ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര എനിക്ക് ഹോണ്ടിങ് അല്ല, ലൈക്ക് ബാഡ് ഫീൽ ആവും. എന്ന് വെച്ചാൽ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് ആലോചിച്ചിട്ട് മനസ്സിലാവും, അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവരെ നമുക്കറിയില്ല ആക്ച്വലി. എന്നിട്ട് നമ്മൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് എത്തുമോ അതിനും ഒരു സപ്പോർട്ട് ഇല്ലാത്തൊരു സാധനം. പക്ഷെ എല്ലാവരും എന്നല്ലേ പറയുന്നത്, 100-ൽ ഒരു 0.5% ആൾക്കാർ ഫോർ മീ. കാരണം എനിക്ക് അങ്ങനെ ഹേറ്റേഴ്സ് എനിക്കില്ലാതെ എനിക്ക് തോന്നുന്നത്. ആക്ച്വലി ഹേറ്റേഴ്സ് ഒന്നും എനിക്ക് ഇതുവരെ എൻ്റെ പ്രൊഫൈലിൽ വന്നിട്ടില്ല. അപ്പോൾ ആ 0.5-ലുള്ള ആൾക്കാരെ കൊണ്ട് ഞാൻ പറയുന്നത് ഭയങ്കര നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ സാധനം ചെയ്യുമ്പോൾ അതിന് ബാഡ് കമൻറ്റ് ഇടുന്നതിൽ കുറച്ച് നമ്മുടെ പ്രൊഫൈൽ നോക്കിയിട്ട് ഇത് ആരാന്ന് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ചുകൂടി ചിലപ്പോൾ ബെറ്റർ ആയിരിക്കും. അങ്ങനെ ഹോണ്ട് ചെയ്യുന്ന കമൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഹോണ്ടിങ് ഒരു ബാഡ് ആക്ച്വലി അതേ ഉള്ളൂ. അതെ, ഞാനത് കേട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടിട്ട്. എനിക്ക് ഈ പറഞ്ഞ പ്രകമ്പനത്തിന്റെ പോസ്റ്ററൊക്കെ റിലീസ് ചെയ്ത സമയത്ത് 2-3 മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതായത് നിന്നെ കൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സ്റ്റാറിങ് ആയിട്ട് സാഗർ, ഗണപതി, അമീൻ 3 പേരിൽ മെയിനായിട്ടൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്നെ കൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല, റീലല്ല സിനിമ, അങ്ങനത്തുള്ളൊക്കെ കുറേ പരിപാടികൾ വന്നിട്ടുണ്ട്. പണം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് 100% കോൺഫിഡൻസ്. അല്ല, അത് അങ്ങനെ സ്ട്രൈക്ക് ആവുമല്ലോ, ദേഷ്യം വരും. ദേഷ്യം പിന്നെ ദേഷ്യം വരാത്തതാണല്ലോ നിനക്ക്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞു. One gossip you are secretly enjoying. എന്താ ഞാൻ ചോദിക്കില്ല. Secretly enjoying. അമീൻ കമ്മിറ്റഡ് ആണെന്നുള്ള ഗോസിപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ എൻജോയ് ചെയ്തു. ഞാൻ റെഡിറ്റില് അതായത് എനിക്കൊരു ഫ്രെഡ് അയച്ചു തന്നതാണ്. അതായത് ഞാൻ റെഡിറ്റില് ഇതണക്ക് എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് അതിൻ്റെ താഴെ ഇയാള് ആക്ച്വലി അയാളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ആക്ച്വലി അയാളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും പല പെൺകുട്ടികളുമായിട്ട് ഡേറ്റിങ്ങിലാണ് ഞാൻ. ഓക്കെ, എനിക്ക് പിന്നെ ലൈക്ക് ഗോസിപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആക്ച്വലി പ്ലേ ബോയ് ആണെന്നാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ പറയല്ലേ. പക്ഷെ ഞാൻ ആക്ച്വലി അല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആദ്യം ആരും പെൺകുട്ടികളായിട്ട് മീൻസ് പ്ലേ ബോയ് എന്നുള്ള സെറ്റപ്പിലൊന്നും ഇല്ല. ഞാൻ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 7 years റിലേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലാണ്ട് പ്ലേ ബോയ് ആയിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല. പക്ഷെ ആ ഒരു ഗോസിപ്പ് ഉണ്ട്. പക്ഷെ അത് ഞാൻ എൻജോയ് ഒന്നുമില്ല. ഗോയിങ് ടു ഫ്ലോ. നീ ആലോചിക്കുമ്പോണ്ടല്ല പറഞ്ഞോട്. പക്ഷെ അത് ഗോസിപ്പ് തന്നെ, ഗോസിപ്പല്ല ഗോസിപ്പ് സത്യം. എനിക്ക് ഒന്നും കിട്ടണം. മറ്റേ ഗോസിപ്പ് ഒരുപാട് പേര് സിംഗിളാന്നുള്ള സിംഗിൾ അല്ല ഇവൻ. എനിക്ക് 3 ഗേൾഫ്രണ്ട്സ് ഉണ്ട്. 5 ഇല്ല ഇവൻ സിംഗിൾ ആണ്. നമ്മൾ 3 ആൾ സിംഗിൾ ആണ്. ഇവിടെ മാത്രമാണ് ഇവിടെ കമ്മിറ്റഡ് അല്ല, ഇവിടെ സിംഗിൾ ആണ്. ഞാനിടയ്ക്ക് കമന്റ് ബോക്സിൽ മൊത്തം ഇത് സുമലതയുടെ മോനാന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഇറങ്ങിയ ആരാ സുമലത? അയ്യോ സോറി എനിക്കറിയില്ല. എനിക്ക് മലയാള സിനിമയിൽ ആരും അറിയില്ല. ആരാ ചോദിച്ചു, ഞാൻ ഇവിടെ അടുത്തുള്ള ആരോ എനിക്ക് അറിയാത്തോണ്ട സത്യം എനിക്കറിയില്ല. ഒന്നും പറഞ്ഞെടുക്കാം. പിന്നെ ഇത് പോടാ ഉണ്ടാക്കണ. സിനിമ എനിക്ക് ആരും അറിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ശ്യാംപുഷ്കറിന്റെ അറിയാണ്ട് പോയി വയറ്റി അടിച്ച ആളാ. ആഷിഖാന്റെ പടത്തിൽ ഞാൻ ഫസ്റ്റ് റൈഫിൾ ക്ലബിലാണല്ലോ പോകുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഡേ പോയപ്പോ ഞാൻ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ചെങ്ങ ഇവിടെ ഈ ഡയറക്ടർക്ക് അത്ര റോളൊന്നുമില്ല, ഫുൾ ക്യാമറമാനാണ് പോകുന്നത്. ആഷിഖാൻ ചെയ്യുന്നത് അത്ര പോലും ഇൻഡസ്ട്രിയിൽ ഒരു വിവരമില്ലാത്തവരാണ്. പിന്നെ പുറത്തും അത് കണ്ടിട്ടുണ്ട്. അതായത് ഇത് ആ പാട്ടിൽ അന്ന് അഭിനയിച്ച സുമലതയുടെ മകനല്ലേ, അപ്പൊ അതിന്റെ താഴെ ആര് അതേന്നൊക്കെ ഞാൻ കുറെ പേര് എന്റെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു എന്നുള്ള സംഭവം വരുന്നുണ്ട്. അത് പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. One word to describe മമ്മൂക്ക, ഓറ. ഞാൻ പറഞ്ഞു, ഞാൻ പടത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും പടച്ചോനെ ഒന്നും പറയണേ, അങ്ങനെയാണ് മൊത്തം ഓറയിലായിരുന്നുള്ളത്. ഞാൻ ഡബിന് പോയപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഞാൻ മീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ മമ്മൂക്കനെ കാണാണ്. എൻ്റെ അമ്മോ, എൻ്റെ കൈയൊക്കെ ഇങ്ങനെ വറക്കാണ്. ആക്ച്വലി എല്ലാവരും പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ്. ഞാനിതിങ്ങനെ ചെന്ന് ഞാൻ മമ്മൂക്കാരുടെ അടുത്ത് ഇപ്പം എന്താ പറയുക, ഞാൻ എൻ്റെ മൈൻഡിൽ എനിക്ക് ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ എടുക്കണം എന്ന് തന്നെ ആഗ്രഹം. അപ്പം എല്ലാവരും ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കണം. അപ്പം ഞാൻ പോയില്ല, ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നിന്ന് എല്ലാവരും ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് കാര്യം ഞാനും എൻ്റെ ഫ്രണ്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഏതാ പാട്ട്? ഞാൻ പറഞ്ഞു
ബീവി എന്ന് പറഞ്ഞ സോങ് ആ കേട്ടിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഹൈ ആയി, ഞാൻ രോമൊക്കെ എണീച്ച് 2 റൗണ്ട് ഓടി. അത് കഴിഞ്ഞ് മൂപ്പര് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ കൈ തന്നു. ഞാൻ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ നമുക്ക് എടുത്തു പറഞ്ഞു, നമുക്ക് എന്നെ പരിചയമുള്ള അഭിനയിക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ ഇൻസ്റ്റാഗ്രാം ഇവനുമായിട്ട് എടുത്ത ഫോട്ടോ മാത്രമേ ഉള്ളൂ നമുക്ക് ചിരിച്ചിട്ട് ബാക്കി എല്ലാവരും തമാശ രീതി പറഞ്ഞു. ഏറ്റവും ആ ദിവസം 3 ദിവസം ശരിക്കും ആക്ച്വലി ഞാൻ ഇങ്ങനെ വിറച്ചിരിക്കായിരുന്നു മമ്മൂക്കനെ കണ്ട. അതാണ് പറഞ്ഞ ഓറ, കംപ്ലീറ്റ് ഓറ മനുഷ്യൻ. നീ പറ നിന്റെ. എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റൂല. പാട്രിയാർട്ട്, ഗോട്ട്, ഹ്യൂമൻ ബീങ്, പിന്നെന്താ രാജാവ്, കിരീടമില്ലാന്നുള്ളൂ രാജാവ്. പറഞ്ഞ ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല, എന്നാലും വേഴ്സറ്റൈൽ. എക്സ്പീരിയൻസ് ഞാൻ ഇതിനക്ക് മമ്മൂക്ക ആകെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അത് ഞാൻ ഇതിനക്ക് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളവിടെ ഒരു വെഡ്ഡിങ്ങിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി മമ്മൂക്ക ആയിരുന്നു. അപ്പോൾ അന്ന് കാണാൻ വേണ്ടിയിട്ട് ട്യൂഷനൊക്കെ കട്ട് ചെയ്ത് നേരെ നോക്കുന്നിടത്ത് ഒരു ജനസാഗരം, ഒരു റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടേക്കാം. ഞാൻ എങ്ങനെയാണ് തള്ളിക്കയറി ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. കറക്റ്റ് എൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ മമ്മൂക്കയുടെ വണ്ടി പോയി. പുള്ളി എന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചു. ഞാൻ ആ വണ്ടി പോയത് ബാക്കിൽ നിന്ന് ഒരു ലാത്തിയുടെ അടി ഒലിപ്പിച്ചു. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം ചെയ്യാൻ പറ്റും, അത് തന്നെ ഏറ്റവും വലിയ എക്സ്പീരിയൻസാണ്. പിന്നെ അതിനുശേഷം ഒരു സ്നേഹം കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. അതായത് എനിക്ക് മെസ്സേജ് അയക്കും, അതായത് ഈ പെരുന്നാളിന് ഈദ് മുബാറക്ക് അയക്കും. പക്ഷെ ഞാൻ തിരിച്ചയക്കും, ഞാൻ റിയാക്ഷൻ കൊടുക്കും. ഞാൻ തിരിച്ചയച്ചെന്തെങ്കിലും വെള്ളിയായി പോയിരുന്നു. അടുത്ത കട്ടിന് മറ്റേ സാധനം പോയി മമ്മൂക്ക മെസ്സേജ് അല്ലെങ്കിൽ എനിക്കൊക്കെ മെസ്സേജ് അയക്കേണ്ട ഒരു കാര്യമില്ല അദ്ദേഹത്തിന്. ഇപ്പോൾ പെരുന്നാളിന് ഈദ് മുബാറക്ക് മമ്മൂക്കയുടെ ഫോട്ടോ ഒക്കെ വെച്ചുള്ള ഈദ് മുബാറക്കിന്റെ സ്റ്റിക്കറൊക്കെ വരും. ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും. വന്നു എൻ്റെ വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് മറ്റേ കെട്ടിപ്പിടിക്കുന്ന റിയാക്ഷൻ, കൊടുക്കുന്ന റിയാക്ഷൻ ഇതൊക്കെ കൊടുക്കും. പിന്നെ നമുക്ക് തന്നെയാ. പിന്നെ പിന്നെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ലൊക്കേഷനിൽ നമുക്കൊക്കെ ചോദിച്ചു, അടുത്ത പടം ചെയ്യണം. ചെയ്യണം, ആ നോക്കി ചെയ്താൽ മതി. ആ ശരി, അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ കിട്ടാന്ന് വലിയ കാര്യമാണ്. പിന്നെ അതൊക്കെ നമ്മളെ ഭയങ്കര കാര്യമല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വൺ മിത്ത് അബൌട്ട് ഇൻഫ്ലുവൻസസ്. മിത്തോ? ഈസി ആയിട്ട് സിനിമ കയറും എന്നുള്ള അതൊരു മിത്താണ്. സിനിമ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ ഇവന്മാരൊക്കെ കുറെ ഇതുണ്ട്. സിനിമ കാരണം ഈ പറഞ്ഞ മിക്ക ഈ പറഞ്ഞ ഞാൻ വ്ളോഗേഴ്സിനല്ല പറയുന്നത്, ഈ പറഞ്ഞ കണ്ടന്റ് വീഡിയോ ആക്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നവരൊക്കെ സിനിമയിലേക്ക് എത്തുക എന്നും പറഞ്ഞിട്ടാണ് ചെയ്യും. വ്ളോഗിങ് ഞാൻ അതിനകത്തോട്ട് ഉൾപ്പെടുത്തും. ഈ പറഞ്ഞ പോലെ കണ്ടന്റ് വീഡിയോ ചെയ്യുന്നവർ എൻ്റെ അടുത്തും വന്നിട്ട് ഈ യൂട്യൂബർ അല്ലേ വ്ളോഗർ അല്ലേ നോക്കി, എനിക്ക് ഇതിനും വരെ ഇഷ്ടമല്ലാത്തതാണ്. കാരണം ആ ഒരു കാറ്റഗറി ഞാനല്ല. അപ്പം പിന്നെ എന്നെ അതിൽ വിളിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സിനിമയുള്ള മൈൻഡുള്ളതുകൊണ്ടാണ് നീ വ്ളോഗറാന്ന് പറയുമ്പോൾ. ആക്ച്വലി വ്ളോഗർ എന്ന് പറഞ്ഞാൽ മോശം എല്ലാം പറഞ്ഞത്. ഈ പറഞ്ഞ ഇവൻ കഷ്ടപ്പെടുന്നത് സിനിമയാണ്. ഇവൻക്ക് ഇൻസ്റ്റഗ്രാമും ഈ പറഞ്ഞത് ഒന്നും ആക്ച്വലി ഓന്റെ പരിപാടിയല്ല. ഓൻ ഇതൊക്കെ ചെയ്യുന്നത് ഒരു വേ, ഈ സിനിമയിലേക്കുള്ള ഒരു വേ. അതുകൊണ്ട് ഇപ്പോ പ്രഗമൻ എന്ന് പറഞ്ഞ മൂവി കിട്ടി, അതിന് മുമ്പേ ഈ പറഞ്ഞ ഉജ്ജ്വലൻ മൂവി കിട്ടി, ഇനിയിപ്പോ ഡർബി എന്ന് പറഞ്ഞ കിട്ടും, ഇനിയിപ്പോ വേറെ പരിപാടികൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരിക്കലും ഈ പറഞ്ഞ വീഡിയോസ് മാത്രം ചെയ്ത് നിൽക്കാനാണ് ഞാൻ ഒരിക്കലും, എനിക്ക് ഇത്ര അധികം പ്രൊജക്ട്സ് കിട്ടൂല, വേറെ കുറെ വലിയ പരിപാടികൾ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റിയൊരു ആക്ച്വലി ഇപ്പൊ ഈ അമീനാണെങ്കിലും ഞാനാണെങ്കിലും കോണ്ടന്റ് മേക്ക് ചെയ്തിട്ട് ഇട്ടതാണ്. പിന്നെ ഞാൻ ഈ പാട്ട് പാടിയതാണ്. വി ആർ നോട്ട് ഇൻഫ്ലുവൻസേഴ്സ്. ആക്ച്വലി നിന്റെ കേസിൽ പറയാം, എനിക്ക് ഇൻഫ്ലുവൻസർ ആണെന്നുള്ള ഒരു സാധനത്തിൽ പറയാം. കാരണം ഇവിടെ ഒരുപാട് പരിപാടികൾ ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇടുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഇൻഫ്ലുവൻസർ സ്പേസിലുള്ള സാധനം കിട്ടില്ല. അപ്പൊ നമ്മൾ ആക്ച്വലി ഇൻഫ്ലുവൻസേഴ്സ് അല്ല, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. പണ്ട് ഈ പറഞ്ഞ പോലെ മിമിക്രി, നാടകം അതൊക്കെ ചെയ്തിട്ടാണ് ആൾക്കാർ സിനിമയിൽ. ഇപ്പം പുതിയൊരു റീല് ചെയ്യുക, ആൾക്കാരിലോട്ട് എത്തിക്കുക. അങ്ങനെ ഇപ്പൊ കുറെ ഒരു 5-10 വർഷം കഴിയുമ്പോൾ അടുത്ത വേറൊരു ട്രെൻഡ് വരും. അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് പറയില്ലേ? ഇല്ല, ഞാൻ എനിക്ക് പറയാനുള്ള അമീൻ പറഞ്ഞു. കുറെ പേര് പറയുന്നത് നമ്മൾ ഒരു വീഡിയോ ഇട്ടാൽ തന്നെ 10 ലക്ഷം രൂപ കിട്ടും, 20 ലക്ഷം രൂപ കിട്ടും. ഈ പറഞ്ഞ യൂട്യൂബിലൊക്കെ ഈ പറഞ്ഞ ഇൻസ്റ്റയിൽ റീല് 3 മിനിറ്റ് റീല് ഒരു വീഡിയോ ഇട്ട് 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപ കിട്ടുന്നൊന്നുമില്ല. കുറെ പേരെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ
ഇല്ല ഇല്ല അങ്ങനെയില്ല, അങ്ങനെയില്ല. അങ്ങനെയല്ല. ഇവരുടെ യൂട്യൂബിൽ അത്യാവശ്യം 15-20 മിനിറ്റ് വീഡിയോ എടുക്കുക എന്നുള്ളത് തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ഒരു ആ 2 സീൻ എടുക്കുന്ന സിനിമയിൽ 2 സീൻ എടുക്കുന്ന ഇതുണ്ട്. 10 മിനിറ്റ് 15 മിനിറ്റ് വീഡിയോ എടുക്കുക. അപ്പൊ അതിനുള്ള അത്യാവശ്യം വ്യൂസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള റവന്യൂ കിട്ടും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഷൂട്ട് നടക്കുന്ന മലപ്പുറത്ത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്ന് ഇവൻ്റെ ഫ്രണ്ട്സ് വരും നമ്മൾ താമസിക്കുന്ന മലപ്പുറം നിലമ്പൂർ വീട്ടിലേക്ക്. എന്നിട്ട് പിന്നെ അവിടെ കിടന്ന സ്ട്രഗിളാണ് രാത്രി. ആ കള്ളൻ്റെ വീഡിയോ ഒക്കെ ഇല്ല, വീട്ടിൽ കള്ളം കയറുന്ന വീഡിയോ ഒക്കെ എടുത്തത്. അതൊക്കെ ഞങ്ങൾ ഷൂട്ടിൻ്റെ ഇടയിൽ ഇവൻ്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് വന്നിട്ട് എടുത്ത വീഡിയോസ് അതൊക്കെ. അപ്പോൾ ഞങ്ങളതിനുള്ള ഇത് ഒരുക്കി കൊടുക്കും. ഞങ്ങൾ ആരും റൂമിൽ കയറി ഇവർ ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ രാത്രി ഞങ്ങൾ കുറേ കണ്ട് ഷൂട്ട് ചെയ്യും. അതൊരു പരിപാടിയാണ്. അത്യാവശ്യം കഷ്ടപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞാൽ ഇപ്പോൾ ഷൂട്ട് ഇപ്പം രാത്രി 10 മണി വരെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ 12 മണി 1 മണി ആയതിനു ശേഷം വെളുപ്പിന് 12 മണിക്ക് 1 മണിക്കാണ് കണ്ടന്റ് ഷൂട്ട് ചെയ്യണം, സിനിമ ഷൂട്ടിംഗ് ഉള്ള സമയത്ത്. എന്നിട്ട് അത് കഴിയണം വെളുപ്പിന് 5 മണിക്കായിരിക്കും. എന്നിട്ട് പിന്നെ 6 മണിക്ക് എണീറ്റ് ഷൂട്ട് വെക്കണം. അത്യാവശ്യം കഷ്ടപ്പാടുണ്ട്. ഈസി ആയിട്ട് സിനിമയിൽ എത്തുന്നു എന്നുള്ളത് വളരെ ഒരു മിത്താണ്. ഒരിക്കലും അല്ല. ഇപ്പം ഈ നമ്മളാണെങ്കിൽ ഈ കോൺടാക്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അതിൽ എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കണം. അത് ഇട്ട സമയത്ത് തന്നെ നമുക്ക് ഓഫേഴ്സ് ഇങ്ങനെ കുറേ വരില്ല. ആ ഒരു പ്രോസസ്സ് ഒരുപാട് വർഷം കണ്ടിന്യൂ ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റീസ് വരുള്ളൂ. അതുകൊണ്ട് ഈസി ആയിട്ട് ഇൻഫ്ലുവൻസേഴ്സിന് സിനിമയിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ലേ, വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ലേ. അങ്ങനെ എല്ലാവരും സിനിമയിൽ വരുന്നില്ലല്ലോ. അത്രയും വർഷം അത് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് എഫേർട്ട് ഇട്ട് അത് ലെറ്റ് ഗോ ചെയ്യാതിരുന്നാൽ മാത്രമേ അത് പോസിബിൾ ഉള്ളൂ. അതിനും അതിൻ്റെ എഫേർട്ടും ഉണ്ട്, ടൈമും ഉണ്ട്, എല്ലാം ഉണ്ട്. എനിക്കറിയില്ല, ഞാനറിയില്ല. യുവർ കറന്റ് ഒബ്സഷൻ മേക്കിംഗ് മണി, അതാണ് മെയിനായിട്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടെങ്കിലും പൈസ ഉണ്ടാക്കണം പ്ലീസ് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, പൈസ ഇല്ലാണ്ട് മണി കാൺ ബൈ ആക്ടേഴ്സ് എന്ന് പറഞ്ഞ സാധനമൊക്കെ വെറുതെ അത് കുറെ കാശുള്ളവര് പറയണത്. സത്യമായിട്ടും പറയാലോ, പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടെ ഇപ്പോ വിലയുള്ളൂ. സോ മേക്കിംഗ് മണി ഈസ് മൈ ഒബ്സഷൻ. സിനിമ ഈസ് മൈ ഒബ്സഷൻ. ഓൾ ടൈം ഒബ്സഷൻ ആക്ടിങ്. അതിൻ്റെ തന്നെ നടന്നു കുറേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെ സെയിം തന്നെ. ആക്ടിങ്, സിനിമയിൽ Acting, നിൽക്കുക, cinema. അത്യാവശ്യം നിൽക്കുക, റവന്യൂ ഉണ്ടാക്കുക, വീട്ടുകാർ നല്ല രീതിയിൽ നോക്കുക. ഇവിടെ വരാൻ പിന്നെ ഈ പറഞ്ഞ പോലെ വരാൻ നമുക്ക് പക്ഷേ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഏതൊരു ഇൻഡസ്ട്രി പോലെയല്ല, നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ അത് നമ്മുടെ പ്രേക്ഷകർ ഒരാളെ നിർത്തുന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ക്വാളിറ്റി ഉണ്ടായിട്ട് തന്നെയായിരിക്കും. അപ്പോൾ അത് സർവൈവ് ചെയ്യുക, അവരുടെ ഇഷ്ടം പിടിച്ചുവിട്ടാന്നുള്ള ചെറിയ കാര്യം ചില്ലറ പരിപാടിയല്ല. അതെങ്ങനെയെങ്കിലും ചെയ്യണം. ഹേറ്റ് കമന്റ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഞാൻ കമന്റ് വായിക്കാറില്ല. ഞാനും വായിക്കാറില്ല. പോസ്റ്റ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ ആ വഴിക്ക് പോയി. ഞാൻ കുറവായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കൽ ഭയങ്കര കുറവാണ്. ശരിക്കും പറഞ്ഞാൽ മോശമാണ് അത്. ഒരു ആക്ടറായിട്ട് നിൽക്കുമ്പോൾ അതൊക്കെ ചെയ്യണം, ഞാൻ ആക്റ്റീവായിരിക്കുക എന്നൊക്കെ ഉള്ളത്. ഞാൻ വായിക്കാറുണ്ട്. അല്ല, അവർ അത്രയും എഫേർട്ട് ഇട്ടിട്ട് ഈ ഹെയ്റ്റ് കമന്റ്സ് മാത്രമല്ലല്ലോ, അതിൽ കൂടുതൽ പോസിറ്റീവ് ആയിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വരിക. അപ്പോൾ ആ ഒരു എഫേർട്ടിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. കമന്റ്സ് വായിക്കാതിരിക്കാറൊന്നുമില്ല. ഞാൻ വായിക്കല് കുറവാണ്. കാരണം ഞാൻ വായിച്ച ഇതിന് റിപ്ലൈ റിപ്ലൈ പിന്നെ നമ്മളത് അപ്പൊ അതിന് റിപ്ലൈ തരും. പിന്നെ അങ്ങനെ ആകാരം നോക്കാനും പോകില്ല. അല്ല, ഹേറ്റ് കമന്റ്സ് മൈൻഡ് ചെയ്യില്ല. പക്ഷെ അതല്ലാതെ ഒരുപാട് പോസിറ്റീവ്സും വരുന്നുണ്ടല്ലോ, അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യാറുണ്ട്. പെട്ടെന്ന് ഈ മൂഡിലോട്ടങ്ങ് ഞാൻ ഗൂഗിൾ പേ. ശരിയാട്ടോ, ഗൂഗിൾ പേ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്. കാരണം ഇപ്പോൾ കറണ്ട് സിനിമയിലാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഓക്കെ, സിനിമയിൽ ഇപ്പോൾ ഞങ്ങൾ 1-2 പേര് സിനിമയിൽ കയറുമ്പോൾ അത്യാവശ്യം ഫണ്ട് വരും. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞ റവന്യൂ കൊടുക്കണമെങ്കിൽ എനിക്ക് പറഞ്ഞ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്തിട്ടേ പറ്റും. സാധാരണ എനിക്കിപ്പം ഇൻസ്റ്റയും യൂട്യൂബിലേക്ക് ലിക്വിഡ് എമൗണ്ട് കൊണ്ടുനടക്കും ഗൂഗിൾ പേ. എനിക്ക് അങ്ങനെ ഒരു ആപ്പില്ല. ഞാൻ രാവിലെ വ്യത്യസ്തനാണ്. ഓ, അപ്പൊ ബബിളിന്റെ ഞാൻ ഇവിടെ പറയുന്നില്ല. വരുന്നാളെ ശരിയാന്ന് രാവിലെ ഹിന്ദിയിലും ഒരേ സമയം കണ്ടവരുണ്ട്. രാത്രി കാലങ്ങളിൽ ശരിയാന്ന് ഓർക്കും. ഇതെല്ലാം സത്യമാണ്. നിനക്കൊന്ന് വെച്ചപ്പോഴും ഞാൻ ബമ്പിളില്ല, ഞാൻ ഗൂഗിൾ ടിൻഡർ ആയിരിക്കും. എല്ലാം പറയാല്ലേ. അരികയോ?
ഓ അറിയാത്ത പോലെ അറിയാത്ത പോലെ ജസ്റ്റ് ഞാൻ 4 See, അക്കൗണ്ട് ഉണ്ട് ഞാൻ എനിക്ക് അതിന്റെ ആവശ്യമില്ല കുറെ നാളെ സിനിമയിൽ മറ്റേ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട് സിനിമയുടെ പേര് കുറെ നേരം മെഴുകുന്നു ഐഡിയ ഐ ഡി ചെയ്തിട്ടുണ്ട്, സുമതി വളവ്, ഓട്ടം തുള്ളൽ, അത് കഴിഞ്ഞിട്ട് അഭിനയിച്ച സിനിമയാണ് ഡെർബി. പക്ഷെ സുമതി കഴിഞ്ഞിട്ട് അഭിനയിച്ചത് ഓട്ടം തുള്ളലാണ്. ഇപ്പൊ ഡെർബി റിലീസ് ആവുന്നു. അപ്പോ ഓട്ടത്തുള്ളിൽ അടുത്ത റിലീസ് ഉണ്ട് ഉണ്ട് ഏപ്രിലിൽ. അപ്പോ മുണ്ടാണ്ടിരി അപ്പൊ ആങ്കറില്ലാണ്ട് ചെയ്ത പരിപാടി ഞാൻ തന്നെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ ഇന്റർവ്യൂ വിത്തൗട്ട് ആൻ ആങ്കർ. പക്ഷേ ഇറ്റ്സ് ഫൈൻ, ഞങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്തു. ഇവിടെ കാശ് കൊടുത്തിട്ട് വരാൻ പറ്റുമല്ല, ഇങ്ങനെ ബാക്ക് ഇരിക്കുകയാണ്. ബട്ട് ഇറ്റ്സ് ഫൈൻ, ഞങ്ങൾ തന്നെ ഇത് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു. സോ പ്ലീസ് ഷൗട്ട് ഔട്ട് ടു Amin, Jasnia and Adam and Rushan K for the anchoring. Signing off. എല്ലാവരും പോയിട്ട് പടം 27-ാം തീയതി മാർച്ചിന് എന്തായാലും പോയി കാണണം. ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായം നമുക്ക് ഓരോരുത്തർക്കും പറ്റില്ലെങ്കിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് എന്തെങ്കിലും ബ്രോഡ്കാസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് അയക്കണം. ആൻഡ് ഓൾസോ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.